എല്ലാവർക്കും നമസ്തേ. ഇന്ന് വൃശ്ചികം 1 മണ്ഡല മഹോത്സവത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്ന ശുഭദിനം. നമുക്കെല്ലാം അറിയാം, ഇത് കലികാലമാണ്. കലി സകല ചരാചരങ്ങളെയും ബാധിച്ചിരിക്കുന്ന, സകല ജീവജാലങ്ങളെയും ബാധിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ നന്മയേക്കാൾ കൂടുതൽ തിന്മ വളർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് ഈ യുഗത്തിൽ, ഈ സമയങ്ങളിൽ നമ്മളിൽ ഈ അടങ്ങിയിരിക്കുന്ന ഈ തിന്മയെ നശിപ്പിക്കാനുള്ള ഏക മാർഗം ഈശ്വര ഭജനം ആണ്. അതിന് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന രൂപമാണ് സ്വാമി അയ്യപ്പൻ. അദ്ദേഹം കലിയുഗവരതനാണ്. നമ്മിലെ ഭഗവാനും ഭക്തനും ഒന്നെന്ന പൊരുൾ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഭഗവാനാണ്, നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഭഗവാനാണ് സ്വാമി അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ശബരിമലയിൽ എത്തിയാൽ തന്നെ അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി. അവിടെ എല്ലാ മതമാത്സര്യങ്ങൾ ഒന്നുമില്ലാതെ എല്ലാം ഭഗവാൻ തന്നെ എന്ന ആ ഒരു സങ്കല്പം, അതിൻ്റെ അർത്ഥം തന്നെ, തത്വമസിയുടെ അർത്ഥം തന്നെ, നീ തേടി വരുന്നിരിക്കുന്ന ഭഗവാൻ ആരാണോ അത് നീ തന്നെയാണ്, അത് നിന്നിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ആണ് അർത്ഥം. ഭഗവാനും ഭക്തനും ഒന്ന് എന്ന ആ സങ്കല്പം, ആ ഒരു യാഥാർത്ഥ്യം നമ്മൾക്ക് കാണിച്ചു തരുന്ന സന്നിധിയാണ് ശബരീശ സന്നിധി. ഈ ശബരീശനാണ് കലിയുഗവരതൻ. കലിയുഗത്തിൽ എല്ലാ തിന്മകളെയും ഇല്ലാതാക്കി നന്മകളിൽ നമ്മളിൽ വളർത്താൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഈശ്വരനാണ് സ്വാമി അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ നാമമാണ് ഇനി 2 മാസം ഈ അന്തരീക്ഷമാകെ ഉയർന്നു നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മളും ഭഗവാന്റെ മാർഗത്തിൽ ചരിക്കുക, ഭഗവാന്റെ നാമം ഉച്ചരിക്കുക. അങ്ങനെ നമ്മിൽ നന്മയെ കൂടുതൽ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിൽ നന്മയുടെ പ്രകാശം പരത്താൻ വേണ്ടിയുള്ള ആ ഒരു പരിശ്രമമാണ് ഈ അടുത്ത 2 മാസം നമ്മളുടെ മുന്നിൽ ഇന്ന് ഈ വൃശ്ചിക പുലരിയിൽ പുലർന്നിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഈ വൃശ്ചിക പുലരിയിൽ നമ്മൾ തീരുമാനിക്കേണ്ട സാഹചര്യവും കൂടെ ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. അതായത്, നമ്മളെല്ലാം അറിയാം, കലിയുഗവരതനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതിനായി ഈ ക്ഷുദ്രശക്തികൾ, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ക്ഷുദ്രശക്തികളുടെ സഹായത്തോടു കൂടി ശബരിമലയിൽ നടന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത്, ഭഗവാന്റെ ആലയത്തെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ ഭഗവാന്റെ ചൈതന്യത്തിനൊരു കോട്ടം ഉണ്ടാവുകയുള്ളൂ എന്നു മനസ്സിലാക്കിയ ഈ ഭരണവർഗമായ ഈ ക്ഷുദ്രശക്തികൾ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്. ഭഗവാന്റെ നട തുറന്നിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആചാരവിരുദ്ധമായിട്ട് ആ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വാതിൽ ഇളക്കി മാറ്റുക, അതിലുള്ള ഭഗവാന്റെ സ്വത്ത് കവർന്നെടുക്കുക, ഭഗവാന്റെ ചൈതന്യത്തിന് ലോപം വരുത്താൻ വേണ്ടി അവിടെ അശുദ്ധമാക്കുക എന്നീ കാര്യങ്ങൾ ഈ ഭരണവർഗം കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് ക്ഷേത്രാചാരങ്ങളെയും അവിടുത്തെ നമ്മൾ നൂറ്റാണ്ടുകളായി കാലങ്ങളായി പുലർത്തിക്കൊണ്ടിരുന്ന ആചാരങ്ങളെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുക. അതിന് അധികാരവും പോലീസിനെ ഉപയോഗിച്ച് ക്ഷേത്ര ആചാരങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഈ ഭരണവർഗം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവർ അത് തന്നെയാണ് ചെയ്യുന്നത്. എങ്കിൽ കൂടിയും ഭക്തരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായതോടുകൂടി ഒരല്പം അടങ്ങി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അവർ നിരന്തരം അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക.
ഇതിനി സംഭവിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഈ ഒരു വൃശ്ചിക പുലരി നമ്മൾ അതിനായിട്ടുള്ള ദൃഢപ്രതിജ്ഞ ചെയ്യുക. ഈ കലികാലത്തെ ഈ കലി ബാധിച്ച് രാക്ഷസീയ ഭാവം പൂണ്ട് നമ്മുടെ ആചാരങ്ങളെ അല്ലെ നമ്മുടെ സമൂഹത്തെ ഗ്രസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടശക്തികളെ, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകർത്താക്കളെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരാണ് ഈ ക്ഷേത്രാചാരങ്ങളും ക്ഷേത്രങ്ങളും തകർക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല മാത്രമല്ല ഇതേപോലെ സംഭവിച്ചിരിക്കുന്നത്. ഗുരുവായൂരാകട്ടെ, ഏതൊരു സർക്കാരിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാകട്ടെ, അവിടെ എല്ലാം ഭഗവാന്റെ സ്വത്തുക്കൾ കവർന്നെടുക്കാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ അവർ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ഇതേപോലെ നമ്മുടെ ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ക്ഷുദ്രശക്തികളെ, ഈ നീചശക്തികളെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കുക. അവരിനി ഉയർന്നു വരാത്ത വിധം അവരെ അടിച്ചമർത്താനുള്ള ഒരു അവസരം നമ്മളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. അതായത് വരുന്ന 2 തെരഞ്ഞെടുപ്പുകൾ. ഈ തെരഞ്ഞെടുപ്പുകൾ ഇത്തരം ക്ഷുദ്രശക്തികൾ ഉയർന്നു വരാത്ത രീതിയിൽ നമ്മൾ ബോധപൂർവവും ബുദ്ധിപൂർവവും ഈ അവസരം വിനിയോഗിച്ച് ഇത്തരം ശക്തികളെ നമ്മളുടെ ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ആ ആയുധം വെച്ച് അവരെ അടിച്ചമർത്താനുള്ള തീരുമാനം നമ്മൾ കൈക്കൊള്ളേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ദിവസം. ഇവരിനി നമ്മുടെ ആചാരങ്ങൾക്കോ ക്ഷേത്രങ്ങൾക്കോ എതിരെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ സ്വീകരിക്കണം. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇതാണ് ഈ കലികാലത്ത് നമ്മൾ ഇത്തരം ശക്തികൾക്കെതിരെ പോരാടുന്നതിൻ്റെ ഭാഗമായി ചെയ്യേണ്ടത്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, യഥോ ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നമ്മൾ സംരക്ഷിച്ചാൽ ധർമ്മം നമ്മളെ സംരക്ഷിക്കും എന്ന് ഉള്ള ആ ഒരു ആപ്തവാക്യം നമ്മൾ മറക്കാതിരിക്കുക. അതനുസരിച്ച് നമ്മൾ ബോധപൂർവവും ബുദ്ധിപൂർവവും പ്രവർത്തിച്ച് ഇത്തരം ശക്തികളെ ഈ കലിയുഗത്തിൽ ഈ കലിയുടെ അവതാരമായ ഈ ക്ഷുദ്രശക്തികളെ നമ്മൾ തോൽപ്പിക്കാൻ നമ്മൾക്ക് കഴിയുന്ന നമ്മുടെ കയ്യിലുള്ള ആയുധമാണ് വോട്ടവകാശം എന്ന ആയുധം. ആ ആയുധം ഉപയോഗിച്ച് ഈ ശക്തികളെ നമ്മൾ തകർത്തെറിയുക. ധർമ്മസംരക്ഷകരായിട്ടുള്ള ശക്തികൾക്ക് കരുത്തു പകർന്നുകൊണ്ട് അതിനായി നമ്മൾ പരിശ്രമിക്കുക എന്ന് ഈ ഒരു വൃശ്ചിക പുലരിയിൽ എല്ലാ വിശ്വാസികളോടും ഭഗവാന്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. കലിയുഗവരദനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും എല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.